ഫുൾ ഓൺലൈൻ ചെയ്യാൻ പറ്റും. കിട്ടുന്നുണ്ട്. 460 വണ്ടി ചോദിക്കുന്നുണ്ട്. 460 ചെയ്യാൻ വേണമെങ്കിൽ നല്ല വണ്ടിയാണ്. ഡീസലാണ്. ഡീസലാണ് അല്ലേ? അപ്പൊ ചെറിയ പൈസക്ക് ഒരു ചില ആളുകൾ ഏറ്റവും കൂടുതൽ മൈലേജുള്ള വണ്ടിയാണ്. ടൊയോട്ട അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് 380 ലാസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. 380 അല്ലേ? ലോൺ എത്ര വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും? ലോണൊക്കെ 3 രൂപ 3 ഒക്കെ ഏകദേശം കിട്ടും. അത് 3 രൂപ ചോദിക്കണ്ടേ? 3 രൂപ അല്ലേ? 2 വീൽ ഓട്ടോമാറ്റിക് ആട്ടോ. 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? പവർ പ്ലസ് എംഒക്കെ എഞ്ചിൻ അല്ലേ? ZLX ആണ് ഏറ്റവും ഫുൾ ലോഡ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. നല്ല നീറ്റാണ്, ക്ലീൻ വണ്ടി. 75 ചോദിക്കുന്നില്ല. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇന്നോവ ഉണ്ടോ അല്ലെ? 19 രൂപ പറക്കാം. ഒരു കിടിലൻ രണ്ടാമത്തെ പാട്ട്. ഇന്നത്തെ പാട്ടിൽ കുറച്ച് ഗംഭീര രാജാക്കന്മാരാണ്. പക്ഷെ രാജാക്കന്മാരെന്നൊക്കെ പേരേ ഉള്ളൂ. നമ്മള് ചെറിയ വിലക്കാണ് കൊടുക്കുക പൈസ. പിന്നെ ചെറിയ പൈസക്ക് തവണ ഇന്നോവകളും 7 സീറ്ററുകളും SUV കൊണ്ടുപോയിക്കോളി. അപ്പൊ നല്ല ട്രാക്കുകളാണ്. ചെറിയ ചെറിയ പൈസക്ക് വെള്ളാമ്പുറത്തും കണ്ട് പോരി. MK ഇതാവണം. വണ്ടി പെരുന്നാളും വിഷുവൊക്കെ കഴിഞ്ഞപ്പോ ഗംഭീര ഓഫർ റേറ്റില് കൊടുത്തോണ്ട് ഒഴിവാക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് MK മലപ്പുറം ജില്ലയിലെ വള്ളോമ്പുറത്താണ്. പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയില് മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. അപ്പൊ വീഡിയോ ഫുള്ള് കണ്ടോ. നല്ല കിടിലൻ കളക്ഷൻസ് ആണ്. അപ്പൊ നേരെ നമുക്ക് അങ്ങനെ ഒരു ഇന്നോവ ആയിക്കോട്ടെ അല്ലെ? സ്പോർട്ടിന്റെ ആ ഫേസ് കാര്യങ്ങളൊക്കെ വരുന്ന അല്ലെ? 2016 ആണ് വണ്ടി കേട്ടോ. 2016 ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്താണ്. അതെ അതെ, Z ആണ് വണ്ടി. അന്ന് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അത് ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക് അല്ലെ? 2.8 ഓട്ടോമാറ്റിക് വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1 lakh ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. ഓക്കെ. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ലേ? Z ഓട്ടോമാറ്റിക്. ഓക്കെ. എങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു? നമ്മൾ ചോദിക്കുന്നത് 9.5 ആണ്. അതിന് താഴേക്ക് നമ്മൾ ചെയ്തു കൊടുക്കാം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം ഇന്ത്യ പ്രാന്തം അത് ഒരു 100% കിട്ടും. അത്യാവശ്യം നല്ല സിൽസ് ഉള്ള ഒരാൾക്ക് നല്ല ഫുൾ ഓൺലൈൻ ചെയ്യാൻ പറ്റും. കിട്ടുന്നുണ്ട്. അടുത്താണ് ഒരു ഫോർച്യൂണർ അല്ലേ? അതെ. ഫോർച്യൂണർ എങ്ങനെയായിരുന്നു? 2013 2 വീൽ ഓട്ടോമാറ്റിക് ആട്ടോ. 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അതെ. റീവണ്ടിയാണ്. നിലവിൽ കാൽക്കുലേറ്റർ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.68 പോയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും മേജർ ആയിട്ടൊന്നുമില്ല. എത്ര ചോദ്യം? 14 ചോദിക്കുന്നുണ്ട്. അതിന്റെ താഴെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ മാക്സിമം ചെയ്തു കൊടുക്കാം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം ഒരു നമുക്ക് 12 ആ ലെവലൊക്കെ ചെയ്തു കൊടുക്കാം. അടുത്താണ് ഒരു ഇന്നോവ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2016 വണ്ടി കേട്ടോ. 16 വണ്ടി. ക്രിസ്റ്റേഡ് അലോയില് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളി വണ്ടിയാണ്. ഒരു ഒന്നും പറയാനില്ല, നല്ല അടിപൊളി വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അതെ അതെ. ഏകദേശം 2 അടുത്ത് കിലോമീറ്റർ പോയിട്ടുണ്ട്. ഫ്രീ ആണ്. സെക്കൻഡ് ഓണർ ആണ്. എഞ്ചിൻ മെക്കാനിക്കലൊക്കെ പക്കയല്ല? അതെ അതെ. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കൊടുക്കാം. നമ്മൾ ചോദിക്കുന്നത് 10.45 ചോദിക്കുന്നത്. താഴെ നമ്മൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു കൊടുക്കും. ഓക്കെ. ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ ഏകദേശം ഒരു 9 രൂപ 9.5 ലോൺ കിട്ടും. ലോൺ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇന്നോവ ഉണ്ടോ അല്ലെ? വീണ്ടും ഇതൊരു ഇന്നോവ. എങ്ങനെയായിരുന്നു മോഡൽ? അത് 2016 വണ്ടിയാണ്. G4 ആണ്. അത് സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ വണ്ടി. അങ്ങനെ പറയാൻ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. എഞ്ചിൻ മെക്കാനിക്കലൊക്കെ പക്കാല. അതെ അതെ. ചോദിക്കുന്നത് നമ്മൾ 9.25 ചോദിക്കേണ്ട. അതിന് താഴെ ചെയ്തുതരാം. ഓക്കെ. ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാം? ലോൺ ഏകദേശം ഒരു 8 രൂപക്ക് എന്തായാലും കിട്ടും. 8 രൂപ 8.5 കിട്ടുന്നുണ്ട്. ചില പാർട്ടികൾക്ക് അതിന് മേലെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. അവരുടെ സീറ്റ് സ്കോർ അനുസരിച്ച് കിട്ടും. ഓക്കെ. അടുത്ത വീണ്ടും ഒരു ഇത് 2015 ആണ്. അത് ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ ആട്ടോ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? എല്ലാം നമുക്ക് എഞ്ചിൻ മെക്കാനിക്കലൊക്കെ നമുക്ക് പക്ക ഗ്യാരണ്ടി കൊടുക്കാം. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 9.5 രൂപ. 9.5 അല്ലേ? ഇത് നമുക്ക് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് ലോൺ ഏകദേശം ഒരു 9 രൂപക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു പാർട്ടിക്ക് 9 രൂപ എടുത്തു കൊടുത്തു. സ്കോർ ഉണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം. 19 രൂപ ചിലപ്പോൾ ഇറക്കാം. അടുത്ത വീണ്ടും അതൊരു 2006 ആണ്. പക്ഷെ അത് ഏകദേശം സോൾഡ് ആണ്. ആയിട്ടില്ല. അതൊന്നും നോക്കണ്ട. അടുത്ത ഓഡി Q5 അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011 ആണ്. MH രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തി കാര്യങ്ങളുള്ള വണ്ടിയാണ്. ഓക്കെ. മെക്കാനിക്കലൊക്കെ പക്കല്ല വണ്ടി. ഓർഷിപ്പ് ഓർത്താട്ടോ. 2011 1.22 ഓടിയാണ്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ 7.75 പറയണത്. NOC നമുക്ക് 7.75 ചോദിക്കുന്നതിൽ ചെയ്യാൻ വേണമെങ്കിൽ NOC നമ്പറാക്കി കൊടുക്കാം. അല്ലെങ്കിൽ അതിനുള്ള എക്സ്ട്രാ എമൗണ്ട് വരും, ടാക്സ്. ഓക്കെ. അതൊരു ഡസ്റ്റർ 2013 ആണ്. 1 ആണ്. 1.28 ഓടിയിട്ടുണ്ട് വണ്ടി. തേർഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. ഇത് 3.80 ലാസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. 3.80 ലോൺ എത്ര വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും?
ലോണൊക്കെ 3 രൂപ 3 ഒക്കെ ഏകദേശം കിട്ടും, ചെയ്ത് കൊടുക്കാൻ പറ്റൂല. അടുത്തൊരു 7 സീറ്റർ ആണ് മഹീന്ദ്ര SUV 500 അല്ല. 500 2015 വണ്ടിയാണ്. 1.25 പോയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും മേജർ ആയിട്ടൊന്നുമില്ല. ഓക്കെ, വണ്ടി കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. അത് ചോദിക്കുന്നത് 7 രൂപ ചോദിക്കുന്നുണ്ട്. 7 രൂപ അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞേ 80% തുക നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ നല്ല ഗഡുവാണ്. എങ്ങനെയായിരുന്നു പൈസക്ക് നമ്മളെ ചോദ്യം എങ്ങനെയായിരുന്നു ഇതിന്? 7 രൂപ ചോദിക്കുന്നുണ്ട്. ഏകദേശം ലോൺ എത്ര രൂപ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞ 85% ലോൺ ചെയ്ത് കൊടുക്കും. 85% ലോൺ ആയി അല്ല. വീണ്ടും ഒരു 500 തന്നെ അല്ല. ഇതെങ്ങനെയായിരുന്നു നമുക്ക് മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 വണ്ടിയാണ്. ഏകദേശം 1,01,5 ഒക്കെ പോയിട്ടുണ്ട്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. സൺറൂഫ് വരുന്ന വണ്ടിയാണ്. W10 ആട്ടോ, മറ്റേ W8 ആണ്. ഇതെങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 11.80 ആ ലെവലിൽ ചോദിക്കും. 11.80 അല്ലേ. നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര ചെയ്യാം? അതും ഏകദേശം ഇപ്പൊ ഒരു 11 ലക്ഷം രൂപ ലോൺ ചിലപ്പോൾ കിട്ടും. 11 ലക്ഷം പാർട്ടിക്ക് ചെയ്യാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്തായാലും 10 എന്തായാലും കിട്ടുന്നുണ്ട്. രീതിക്ക് അനുസരിച്ച് മാറും. അടുത്താണ് ഓൾട്ടീസ്. 2011 ഒറിജിനൽ കേരള വണ്ടി G ആട്ടോ വരുന്നത്. 3rd ഓണർ ആണ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 460 വണ്ടി ചോദിക്കുന്നുണ്ട്. 460 ചെയ്യാൻ വേണമെങ്കിൽ നല്ല വണ്ടിയാണ്. ഡീസലാണ്. ഡീസലാണ് അല്ലേ. ചെറിയ പൈസക്ക് ഒരു ഓൾട്ടീസ് മൈലേജുള്ള വണ്ടിയാണ്. ടൊയോട്ട അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അടുത്തൊരു മൈലേജ് ഒക്കെ കിട്ടൂല. 2017 ആട്ടോ. ഓക്കെ, പവർ പ്ലസ് എംഒക്കെ എഞ്ചിൻ ZLX ആണ്. ഏറ്റവും ഫുൾ ലോഡ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റാണ്, ക്ലീൻ വണ്ടി, കുഴപ്പമില്ല. ഒരു 15 മൈലേജ് പ്രതീക്ഷിക്കാം. ഉണ്ടാവും. ഓക്കെ, എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? 7.4 ചോദിക്കുന്നുണ്ട്. അതിന് താഴെ ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം. ഓക്കെ, ലോൺ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടും. ചെയ്യാനും കിട്ടൂല. ഫുൾ ലോഡ് ആണ് വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്താണ് വീണ്ടും ഒരു ഇനോവ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2012 ആണ് വണ്ടി. ഓക്കെ, ഇത് G4 ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടി തന്നെയാണ്. ഏകദേശം ഈ വണ്ടിയുടെ വില 6.5 ആ ലെവൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവോ? ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. ഓക്കെ, ലോൺ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അടുത്തതാണ് വീണ്ടും നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു നല്ലൊരു വണ്ടിയാണ് ഹോണ്ട അമേസ് അല്ലേ. ഇതെങ്ങനെയായിരുന്നു? 15 ആട്ടോ. ഡീസലാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടി തന്നെയാണ്. ഏകദേശം 4.5 ആ ലെവല് 4.25 ചോദിക്കുന്നുണ്ട്. നമുക്ക് 4.5 കിട്ടുന്ന കുഴപ്പമില്ല. വണ്ടി കൊടുക്കാൻ പറ്റും. ലോണ് ഏകദേശം എത്ര? ലോണും ഇതിന് നമ്മൾ മാക്സിമം ചെയ്യാം. അതൊക്കെ ഏകദേശം 4 രൂപ വരെ കിട്ടും. ലോൺ ചെയ്യാൻ പറ്റൂല. അടുത്ത് നമുക്ക് ഇടയിൽ കുറച്ച് ചെറുവാനുണ്ട്. ഓൾട്ടോ 800. 2018 ആണ് കേട്ടോ. ഓക്കെ, അത് നല്ല വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും പറയാനില്ല. ഓക്കെ, 3rd ഓണർ ആണ് വണ്ടി വരുന്നത്. 69,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ ആകെ. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 2.80 അല്ലേ. ഏകദേശം അടുത്തതാണ് ഒരു പോളോ. ഡീസലാണ്. 2016 പെട്രോൾ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? അത് പിന്നെ ഏകദേശം നമ്മൾ സോൾഡ് ആണ്. അത് 2018 ഒമ്നി കേട്ടോ. എത്ര ചോദ്യം? അത് 3 രൂപ ചോദിക്കാം. അത് താഴെ ചെയ്യാം. നല്ല വണ്ടിയാണ്. ഏകദേശം 60 പോയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, 60 രൂപ? അതെ, 60 അല്ല, 60 ഓടിയിട്ടുള്ളൂ. എത്ര ചോദ്യം? 3 രൂപ. നമുക്ക് ലോൺ എത്ര ചെയ്യാൻ പറ്റും? അത് മാക്സിമം ലോൺ കിട്ടും. ഏകദേശം 2.75 2.5 കിട്ടും. 2.5 നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ. അടിപൊളി വണ്ടി. 60,000 ഓടിയിട്ടുള്ളൂ. അടുത്താണ് ഈ ഓൾട്ടീസ്. ഒരു അൾട്ടീസ് 2010 ആണ്. എത്ര ചോദ്യം? അത് 3 രൂപ ചോദിക്കണ്ടേ. 3 രൂപ അല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് MK തന്നെ ആയിരുന്നു. അപ്പൊ നല്ല കളക്ഷൻസ് ഉണ്ട്. 2 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് നമുക്ക് ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൽഹി പ്രൈസിലൊക്കെ നമുക്ക് ഇന്നോവ പെടുന്ന് കൊണ്ടുപോകാം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്തോളി. നല്ല അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇനി നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം ഇനി കുറച്ച് കൊടുക്കൂലേ? പിന്നെ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേകം എന്തായാലും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫൈസൽ സൈനിങ് ഓഫ്.